ഹലോ ഗായ്സ്, ഞാൻ അലൻ MTPL. അപ്പം നമ്മൾ ഇന്നൊരു പുതിയ സംഭവമായിട്ട് വന്നിരിക്കുകയാണ്. എന്താണത്? ഡ്രിങ്ക് റിവ്യൂ. നമ്മുടെ കയ്യിലുള്ളത് മോൺസ്റ്റർ ആട്ടോ. അപ്പോൾ ഇതിന് നമ്മുടെ നാട്ടിൽ ഏറെക്കുറെ ഇതിപ്പോ 500 ആണ്, 1 ലിറ്റർ ആണ്. നമ്മുടെ നാട്ടിൽ ഏറെക്കുറെ ഒരു 300 370 350 ആ ഒരു റേഞ്ചിലേക്ക് വരും. അത് ഡിപ്പെൻഡിങ് ഓൺ ദ ഷോപ്സ്. ഏത് ഷോപ്പിലാണ് നിങ്ങൾ പോകുന്നതെന്ന് ആശ്രയിച്ചിരിക്കും. ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിലേക്കാണെങ്കിൽ കുറച്ചും കൂടെ ഓഫറിലൊക്കെ കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ലുലുവിലൊക്കെ പോകുകയാണെങ്കിൽ, ഇൻ കേസ് എനിക്കറിയത്തില്ല കേട്ടോ, കാര്യം ഞാൻ ലുലു പോയിട്ട് കുറേ ആയി. ഇതിന്റെ തന്നെ 330 ml കിട്ടും നമ്മുടെ നാട്ടിൽ. ചെറുതാണെങ്കിൽ ചെറുത് മതി. ചെറുതൊക്കെ ആണെങ്കിൽ ഇത്രയും പ്രൈസ് ഒന്നും വരില്ല, ഒരു 125 രൂപയ്ക്കൊക്കെ കിട്ടും. അപ്പൊ നമുക്ക് സമയം കളയാതെ നമുക്ക് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിനകത്ത് കാർബോഹൈഡ്രേറ്റഡ് എനർജി ഡ്രിങ്ക് ആണ് നമ്മുടെ മോൺസ്റ്റർ എന്ന് പറയുന്നത്. ഇതിനകത്ത് കഫെയിൻ ഉണ്ട്, ടൊറൈൻ എന്ന് പറയുന്ന സംഭവമുണ്ട്. അങ്ങനെ അല്ലറ ചില്ലറ ഇതിന് വേണ്ട സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിനകത്ത് വരുന്നതെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൈറ്റമിൻസ് വരുന്നുണ്ട്. B2 വരുന്നുണ്ട്, B3 വരുന്നുണ്ട്, B6 വരുന്നുണ്ട്, B12 വൈറ്റമിൻസ് വരുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ഹൈ കഫെയിൻ കണ്ടന്റ് ഉണ്ട്. അതായത് 32 മില്ലിഗ്രാം കഫെയിൻ കണ്ടന്റ് വരുന്ന ഒരു സംഭവമാണ് നമ്മൾ ഈ പറയുന്ന മോൺസ്റ്റർ എനർജി ഡ്രിങ്ക് എന്ന് പറയുന്നത്. കഫെയിൻ എന്ന് പറയുന്ന സംഭവമാണ് സത്യം പറഞ്ഞാൽ നമ്മൾ ഇച്ചിരി മൂഡ് ഓഫ് ഇൻ ദ സെൻസ് ബൈ ബോഡി, നമുക്ക് ഇച്ചിരി ക്ഷീണിച്ചൊക്കെ ഇരിക്കുകയാണെങ്കിൽ നമ്മളെ ഒന്ന് ഉണർത്തുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഈ കഫെയിൻ എന്ന് പറയുന്ന സംഭവമാണ്. പിന്നെ ഇത് കുട്ടികൾക്കും പിന്നെ പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സ്ത്രീകൾക്കൊന്നും ഇത് റെക്കമെൻഡ് ചെയ്യുന്ന സംഭവമേ അല്ല. കാര്യം അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞത്. എനർജി ഡ്രിങ്ക് എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലുള്ള മോൺസ്റ്റർ പോലെ എനർജി ഡ്രിങ്ക് അല്ലെങ്കിൽ റെഡ് ബുൾ ഒക്കെ ആണെങ്കിൽ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് കഫെയിൻ എന്ന് പറഞ്ഞൊരു കണ്ടന്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇത് നമ്മുടെ ബ്രെയിനിലേക്ക് പോകും. അപ്പോൾ ഈ ബ്രെയിനിൽ ചെന്നിട്ട് അത് നമ്മുടെ സ്ലീപ്പ് സിഗ്നൽസ് ഉണ്ട് നമ്മുടെ ബ്രെയിനിന്റെ. അത് നമ്മൾ ഇച്ചിരി ഉറക്കമൊന്നും ഇല്ലാതിരിക്കുന്ന ഒരാളൊക്കെ ആണെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ ഉറങ്ങാതെ എന്തെങ്കിലും ജോലിക്ക് പോകുന്ന ഒരാളൊക്കെ ആണെങ്കിൽ, അപ്പോൾ ഈ സ്ലീപ്പ് സിഗ്നൽസ് ഉണ്ടല്ലോ അതിനെ കട്ട് ചെയ്യും. കുറച്ച് സമയത്തേക്ക് ഉള്ളൂ കേട്ടോ, അത് ലോങ് പീരീഡിലേക്കൊന്നുമല്ല. അത്യാവശ്യ സമയത്ത് മാത്രമേ നമ്മൾ ഇങ്ങനത്തെ ഉള്ള സംഭവങ്ങൾ ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ ഈ സിഗ്നലിനെ ചെറുതായിട്ട് ബ്ലോക്ക് ചെയ്യും ഈ സാധനം. അപ്പൊ എന്ത് ചെയ്യും, ഈ കഫെയിൻ ഇത് ബ്ലോക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ തലച്ചോറ് ഡോപ്പമിൻ പോലുള്ള ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കും. ഡോപ്പമിൻ എന്ന് പറഞ്ഞാൽ ഹാപ്പി ഹോർമോൺ ആണ്. അതായത് നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യം ചെയ്യാൻ ഒരു ഉണർവൊക്കെ കിട്ടും. അതുകൊണ്ടാണ് ഈ എനർജി ഡ്രിങ്ക് കുടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഒരു ഉണർവ്, ഒരു ആഹ്ലാദം ഒക്കെ കിട്ടുന്നത്. അപ്പൊ നമുക്ക് സമയം കളയാതെ നമുക്ക് നേരെ കുടിച്ചു നോക്കാം. ആദ്യം ഈ മൈക്ക് ഒന്ന് സെറ്റ് ചെയ്യണം. സെറ്റ് ചെയ്തു. അപ്പൊ നമ്മുടെ മോൺസ്റ്റേഴ്സ് നമ്മൾ പൊട്ടിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മൾ പൊട്ടിക്കുകയാണ്. ഒരു ശബ്ദം നമുക്ക് കേൾക്കാം. നീ നൈസായിട്ട് ഓക്കെ ബോസ്. സാധാരണ നമ്മുടെ ഇതൊക്കെ പൊട്ടിക്കുന്ന പോലെയൊക്കെ തന്നെ, സാധാരണ ക്യാനൊക്കെ പൊട്ടിക്കുന്ന പോലെ തന്നെ ആ ഒരു സെറ്റപ്പ് തന്നെ കേട്ടോ. നമ്മുടെ മോൺസ്റ്റർ അകത്തേക്കാൻ വേണ്ടി പോവുകയാണ്. ഇത് സത്യം പറഞ്ഞാൽ ഇച്ചിരി സ്വീറ്റ് ആണ്, നന്നായിട്ട് സ്വീറ്റ് ആണ്. പിന്നെ കുറച്ചും കൂടെ ഒരു ഷുഗർ കണ്ടന്റിന്റെ ഒരു വോളിയം ഉണ്ടല്ലോ, നമുക്ക് കറക്റ്റ് ആയിട്ട് നമ്മുടെ നാക്കിൽ അറിയാൻ പറ്റുന്നുണ്ട് ആ ഒരു ഷുഗർ കണ്ടന്റിന്റെ വോളിയം. ഇച്ചിരി കൂടെ കുടിച്ച് നോക്കി ബാക്കി പറയാം. പിന്നെ ഇതിന്റെ ഒരു ടേസ്റ്റ് പറയുകയാണെങ്കിൽ ഒരു പ്രത്യേകതരം ടേസ്റ്റ് ആണ്. അതായത് നമുക്കൊരു നമ്മുടെ ഈ ടാങ്ക് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ കലക്കി കുടിക്കുന്ന അതിനോടൊന്നും നമുക്ക് സമ്മതപ്പെടുത്താൻ പറ്റില്ല. കുറച്ചും കൂടെ ഡിഫറെന്റ് ആയിട്ടുള്ള ടേസ്റ്റ് ആണ്, കുറച്ചും കൂടെ സ്വീറ്റ് ആണ്, പിന്നെ കുറച്ചും കൂടെ സ്ട്രോങ് ആണ്. ഇത് കുറച്ചും കൂടെ സ്ട്രോങ് ആണെന്നുള്ള കാര്യം നമ്മൾ ഇത് കുടിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും. നല്ല സ്വീറ്റ് ആവട്ടോ. നമ്മുടെ സ്വീറ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഇത് കുടിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നും. നല്ലൊരു രസമുണ്ട് ഇത് നമ്മുടെ വായിലേക്ക് ചെല്ലുമ്പോൾ. ഇതിന്റെ തന്നെ പലതുണ്ട് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്റ്റാൻഡേർഡ് ആണ്. ഈ മോൺസ്റ്റർ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് മോൺസ്റ്റർ ആണ്. ഇത് കൂടാതെ തന്നെ ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് മോൺസ്റ്റർ ഉണ്ട്. നമുക്ക് ഫ്ലേവർ വെച്ചിട്ടുള്ള, നമ്മളിപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകണമെങ്കിൽ ഇപ്പോൾ ഫ്ലേവേഴ്സ്, നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവറുകളിൽ നമുക്ക് ഈ മോൺസ്റ്റർ അവൈലബിൾ ആയിട്ട് കിട്ടും. അപ്പം നിങ്ങൾക്ക് വേറെ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യമേ സ്റ്റാൻഡേർഡ് ട്രൈ ചെയ്യുക. ഫസ്റ്റ് ട്രൈ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ആണ്. അപ്പോൾ സ്റ്റാൻഡേർഡ് ട്രൈ ചെയ്യുക. എന്നിട്ട് ബാക്കിയുള്ള സംഭവങ്ങളിലേക്ക്, ബാക്കി ഫ്ലേവേഴ്സിലേക്കൊക്കെ പോവുക. ഫ്ലേവേഴ്സിലേക്കൊക്കെ പോകുമ്പോഴത്തേന് ചില ഫ്ലേവേഴ്സ് ഒക്കെ വെറും വീക്ക് ആട്ടോ, ഉള്ളത് പറയാറില്ല. ചില ഫ്ലേവേഴ്സ് ഒന്നും വായി വെക്കാൻ കൊള്ളത്തില്ല. പക്ഷെ ചില ഫ്ലേവർ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും മോൺസ്റ്ററിന്റെ ഈ ഒരു സ്റ്റാൻഡേർഡ് വേർഷൻ തന്നെ എനിക്കിഷ്ടം. കാര്യം അതിലാണ് ആ ഒരു കറക്റ്റ് സ്വീറ്റ്നെസ്സും ആ ഒരു കറക്റ്റ് ആ ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ. നമ്മളിത് ഒരു ഒറിജിനാലിറ്റി നമ്മൾ കുടിക്കുമ്പോൾ നമുക്ക് സെറ്റപ്പ് തോന്നുമല്ലോ, അതെനിക്ക് കറക്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു സെറ്റപ്പിലാണ്. അൺലീഷ് ദ ബീസ്റ്റിനെ ഉള്ളിലുള്ള ബീസ്റ്റിനെ ഇറക്കി വിടാൻ. അപ്പൊ ഇത് കുടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കുറച്ചും കൂടെ ഒരു ഉണർവൊക്കെ കിട്ടും. ഈ ഹൽക്കായി മാറുമല്ലോ, മാർവലിനകത്ത് ഹൽക്ക് ഉണ്ടല്ലോ. അപ്പൊ ഈ ഹൽക്കായിട്ട് മാറി കഴിയുമ്പോഴത്തേന് പുള്ളിക്ക് ഒരു എനർജി ഉണ്ട്. പുള്ളി അടിച്ച് തൂക്കും. ആ ഒരു സെറ്റപ്പിലുള്ള ഒരു ഷോർട്ട് ടൈമിലേക്കുള്ള ഒരു സെറ്റപ്പ് ആവട്ടോ. അത് കഴിയുമ്പോഴത്തേന് ഹൽക്ക് പഴയ പോലെ ആവുമല്ലോ, മനുഷ്യനാവുമല്ലോ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇതും നമുക്കൊരു ഷോർട്ട് ടൈമിലേക്ക് മാത്രം കിട്ടുന്ന ഒരു ബൂസ്റ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മോൺസ്റ്റർ എന്ന് പറയുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എനർജി ഡ്രിങ്ക്സ് ഏതാണെങ്കിലും അതൊരു പരിധി കൂടുതലൊന്നും ഒരു ഡെയിലി അതിനൊരു ലിമിറ്റ് ഉണ്ട്. ഇപ്പൊ ഇതൊക്കെ ആണെങ്കിൽ 1 ലിറ്റർ ആണ്. ഇതിപ്പോ ഒരെണ്ണമൊക്കെ ഒരു ദിവസം കുടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതിനൊരു ലിമിറ്റ് ഉണ്ട്. ആ ഒരു ലിമിറ്റ് ക്രോസ് ചെയ്തിട്ട് ഒരിക്കലും എനർജി ഡ്രിങ്കൊന്നും കാര്യങ്ങളൊന്നും ഉപയോഗിക്കരുത്. ഇതൊക്കെ നമ്മുടെ ആരോഗ്യത്തിന് ഭയങ്കര മോശം വരുന്ന കാര്യമാണ്. പിന്നെ ഇതൊരു
പെയ്ഡ് പ്രൊമോഷൻ ഒന്നും അല്ല കേട്ടോ. ഇത് ഞാൻ ജസ്റ്റ് ഞാനിവിടെ ഉപയോഗിക്കുന്നതാണ്, ഇടയ്ക്കൊക്കെ ഞാൻ ഇത് വാങ്ങിക്കുന്നതാണ്. അപ്പോൾ ഇപ്പോൾ മോൺസ്റ്ററിലാണ്. ഇപ്പോൾ വരും ദിവസങ്ങളിൽ നമ്മൾ ഹെല്ലിൻ്റെ ചെയ്യുന്നുണ്ട്. ഇനി എനർജി ഡ്രിങ്ക്സ്, ബാക്കിയുള്ള ഡ്രിങ്ക്സ് കാര്യങ്ങൾ, പിന്നെ ചെറിയ ചെറിയ ഫുഡ് ഐറ്റംസ് ഒക്കെ നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്. എല്ലാം നമ്മുടെ ചാനലിൽ വരും. പിന്നെ ഞാൻ ഇന്ന് ക്യാമറ നോക്കിയല്ല കേട്ടോ സംസാരിക്കുന്നത്, ഞാൻ നമ്മുടെ ഡിസ്പ്ലേ നോക്കിയാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് വിഷൻ മാറിയ പോലെ തോന്നും. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ക്യാമറയിലോട്ട് നോക്കുന്നത്, ഇതാണ് കറക്റ്റ് ക്യാമറ. പക്ഷെ ഞാനിപ്പോൾ ഡിസ്പ്ലേയിലേക്കാണ് നോക്കുന്നത്. ഇപ്പോൾ ഡിസ്പ്ലേയിലേക്ക് നോക്കുന്ന സമയത്ത് എൻ്റെ ഒരു വിഷൻ മാറുന്ന പോലെ തോന്നും. സോറി കേട്ടോ, ഞാനിത് വീഡിയോ തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ ഈ ഒരു മോഡലിലാണ് പോയത്. ഞാനിപ്പം പെട്ടെന്ന് ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്, ഞാനിപ്പോൾ ഡിസ്പ്ലേയിലേക്കാണല്ലോ നോക്കുന്നത്. അപ്പോൾ ഇനി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, എല്ലാം പൊട്ടിച്ച് കുടിച്ച് വയറ്റിലായി പോയില്ലേ. അതല്ല, ഈ മോൺസ്റ്റർ വയറ്റിലായി പോയില്ലേ. നമ്മൾ ഈ നല്ല ചൂടുള്ളൊരു സമയത്തൊക്കെ നമ്മൾ ബൈക്കും കൊണ്ടൊക്കെ എവിടെയെങ്കിലും റൈഡൊക്കെ പോയിട്ട്, കാരണമാണെങ്കിലും എങ്ങനെയാണെങ്കിലും നമ്മളിങ്ങനെ റൈഡൊക്കെ പോയിട്ട് വഴി സൈഡിലൊക്കെ ഒരു നാരങ്ങാ വെള്ളത്തിന്റെ കട കിട്ടി കഴിയുമ്പോഴത്തേനും അവിടെ ഇറങ്ങിയിട്ട് ഒരു നാരങ്ങാ വെള്ളം കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആശ്വാസം ഉണ്ടല്ലോ. ആ ഒരു ആശ്വാസമൊന്നും എനർജി ഡ്രിങ്ക് കുടിച്ചാൽ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം അതൊരു ആംബിയൻസിന്റെ വ്യത്യാസമാണ്. നമ്മൾ ആ ഒരു അന്തരീക്ഷവുമൊക്കെ ആയിട്ട് സെറ്റായിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് ചെറിയൊരു നാരങ്ങ വെള്ളമൊക്കെ കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആശ്വാസം ഉണ്ടല്ലോ, അതൊരു വേറൊരു വൈബ് തന്നെയാട്ടോ. എന്തെങ്കിലുമൊക്കെ കട്ടിപ്പണി ഇൻ ദ സെൻസ് കുറച്ചും കൂടെ ഫിസിക്കലി ആക്ടിവിറ്റീസ് വേണ്ട പണികളൊക്കെ ചെയ്യുന്നതിന് മുമ്പ് അവർ മോൺസ്റ്റർ കുടിച്ചിട്ട് പോകുന്നത് നന്നായിരിക്കും. എൻ്റെ ഫ്രണ്ട് അവിടെ ജസ്റ്റ് മിനിറ്റ്, മോൺസ്റ്റർ കുടിച്ചിട്ട് പോകുന്നത് നന്നായിരിക്കും. ഇതൊക്കെയാണ് നമ്മുടെ മോൺസ്റ്ററിൻ്റെ വിശേഷങ്ങൾ. നൈസാണ്, കുറച്ചും കൂടെ ടേസ്റ്റ്, കുറച്ചും കൂടെ സ്വീറ്റ് ആണ്. അതൊക്കെയാണ് കുറച്ചും കൂടെ ഞാൻ പറഞ്ഞില്ലേ, കുറച്ചും കൂടെ ഒരു മധുരമാണ് ഇതിൻ്റെ ടേസ്റ്റ്. അങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. കുറച്ചും കൂടെ ഒരു നല്ലൊരു കട്ടി മധുരം എന്ന് പറയാൻ പറ്റില്ല, ഒരു എന്നാലും ഒത്തിരി ലൈറ്റ് മധുരമല്ല, ഒരു മിഡ് റേഞ്ചിലുള്ള ഒരു മധുരവും ഉണ്ട്. കുറച്ചും കൂടെ സ്വീറ്റ് ആണ്, കുറച്ചും കൂടെ സ്ട്രോങ് ആണ്. നമുക്കിത് കുടിക്കണമെന്ന് കുറച്ചും കൂടെ സ്ട്രോങ് ആണ് ഈ ഒരു സമയം. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം വേറൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വരാം. ബൈ.